ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ 20-ാം ദിവസത്തിലാണ് നമ്മളായിരിക്കുക. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം എന്ന് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നത് പോലെ എല്ലാവരും വിശുദ്ധ ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ച് ഈശോയോട് ചേർന്ന് ആയിരിക്കുന്ന ഈ സമയത്ത് ഇന്ന് നമ്മൾ അമ്മയോട് ചേർന്ന് വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് വരട്ടെ. ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ നന്മകൾ ഒത്ര വലുതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, കർത്താവാണ് എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും ചിലരൊക്കെ ചോദിക്കും, എന്തിനാ എപ്പോഴും ഈശോ ഈശോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റെന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കും, ഈശോ എന്ന് പറയാത്ത ദിവസങ്ങൾ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി സങ്കടങ്ങൾ നിറഞ്ഞ ദിവസമാണ്. എന്ന് പറഞ്ഞാൽ ഭൗതിക കാര്യങ്ങളിലല്ല, എൻ്റെ ആത്മാവിൽ. അപ്പോൾ നമുക്കൊക്കെ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോ എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ ആത്മാവിലും മനസ്സിലും സന്തോഷം നിറയുന്ന ഒരു കൃപ നമുക്ക് ചോദിക്കണം. ഈശോ എന്ന് ഉള്ളു തുറന്ന് പറയുമ്പോൾ ഈശോ തരുന്ന ഒരു കൃപയുണ്ടല്ലോ. ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വിളിക്കാനുള്ളൊരു കൃപ, ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഈശോയോട് ചേർന്നിരിക്കാനുള്ളൊരു കൃപ, അതൊക്കെ നമ്മൾ ഇന്ന് ഈശോയോട് ചോദിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനമായ ആ വലിയ കൃപ ചോദിക്കുമ്പോൾ ദൈവം ഇന്ന് എനിക്ക് തന്ന ഒരു വചനമുണ്ട്. ആ വചനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. സങ്കീർത്തനം 81 ഞാൻ ഈശോയോട് ചോദിച്ചു, ഈ പ്രഭാതത്തിൽ കർത്താവേ, നീ എന്താ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എല്ലാ ദിവസവും ഈശോയോട് ചോദിക്കണം. ഈശോയ്ക്ക് എന്തെങ്കിലും നമ്മൾ ഓരോ ദിവസത്തെയും കുറിച്ച് നമ്മോട് പറയാനുണ്ടാവും, തീർച്ചയായിട്ടും നമ്മളോട് പറയാനുണ്ടാവും. അപ്പോൾ എൻ്റെ ഈശോയ്ക്ക് ഇന്ന് എന്നോട് എന്നാ പറയാനുള്ളത്? ഈ കർത്താവിൻ്റെ ദിവസമായി ഈ ഞായറാഴ്ച ഞാൻ ഈശോയോട് ചേർന്ന് ആയിരിക്കുമ്പോൾ എൻ്റെ ഈശോയ്ക്ക് ഇന്ന് എന്നോട് എന്നാ പറയാനുള്ളത്? ഞാൻ ഓർക്കുകയാണ്, ഇന്നലെ രാത്രി മുഴുവൻ ആരാധിച്ചു. ഈ ദിവസങ്ങളിലൊക്കെ ആരാധനകൾ, ധ്യാനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് ലൈവിലൂടെ. ഇപ്പോൾ നേരം വെളുത്തെഴുന്നേറ്റപ്പോൾ എനിക്ക് 2 വലിയ സാക്ഷ്യങ്ങളാണ് കിട്ടിയത്. അതിലൊന്ന്, ഒരാൾ വലിയൊരു സാക്ഷി എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് എൻ്റെ കൊച്ചിന് ജോലിയില്ല, ഇവിടുത്തെ പിള്ളേരാണ്, ഇവിടെ ജനിച്ചു വളർന്നൊരു കൊച്ചാണ്. അന്ന് എൻ്റെ മോന് ജോലിയൊന്നുമില്ല. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കറക്റ്റ് 45 ദിവസത്തിനുള്ളിൽ എൻ്റെ കൊച്ചിന് ജോലി വരുമെന്ന്. അപ്പോൾ എൻ്റെ മോൻ അതങ്ങ് അത്ര വിശ്വാസം, അവന് പ്രാർത്ഥിക്കുന്ന കൊച്ചാണ്. എന്നിരുന്നാൽ തന്നെയും ഇവിടുത്തെ കുഞ്ഞുങ്ങളാണ്, ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കിട്ടാതെ വരുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊരു വചനവും കൊടുത്തു. ഇന്ന് രാവിലെ അദ്ദേഹം എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്റർ ഇന്ന ദിവസം വന്നു, 45 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈശോ അവന് വലിയൊരു കമ്പനിയിൽ 32,000 മോർ ദാൻ 32,000 പൗണ്ട് ഉള്ള ഒരു വലിയൊരു ജോലി ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ജോലി പ്രവേശിച്ചു, ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. സിസ്റ്റർ പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശോയുടെ മുമ്പിൽ പോയാലും നമുക്ക് കൊടുക്കാനൊന്നുമില്ല. മറ്റൊരു വ്യക്തി ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്റർ നമ്മുടെ ഓൺലൈൻ ധ്യാനം നടത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവിടെ വന്നിട്ട് ഇത്ര നാളായി ജോലിയൊന്നുമില്ല എന്ന്. അങ്ങനെ എൻ്റെ കൂട്ടുകാരന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ഈ സിസ്റ്റർ പറഞ്ഞു കൂട്ടുകാരനോട്, 40 ദിവസത്തിനുള്ളിൽ നിനക്ക് ജോലി തരുമെന്ന്. സിസ്റ്റർ ഇന്നലെയല്ല, വെള്ളിയാഴ്ച എൻ്റെ കൂട്ടുകാരൻ ഓഫർ ലെറ്റർ കൈപ്പറ്റിയിരിക്കുകയാണ്, സിസ്റ്ററിനെ അറിയിക്കണമെന്ന് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നതൊരു ഓർക്കും, ഈശോ ഈശോ എന്ന് നമ്മൾ ഈശോയെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശോ പറയും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. ആ വിളിക്കുന്ന ഈശോ നമ്മളോട് സംസാരിക്കും. ആ വിളിക്കുന്ന ഈശോയോട് സംസാരിക്കാനും സംവദിക്കാനും കൂട്ടുകൂടാനുമുള്ള ഒരു കൃപയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. പ്രഭാതത്തിൽ ചില കാര്യങ്ങൾ കേട്ടു, മനസ്സിനെ ഭാരപ്പെടുത്തുന്നതും. ചിലപ്പോൾ നമുക്കറിയാലോ, നിങ്ങളൊരിക്കലും വിചാരിക്കരുത്, ധ്യാന ഗുരുക്കന്മാരുടെ ശുശ്രൂഷ ചെയ്യുന്നവരോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നവരോ ഒക്കെ എല്ലാം ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഓർക്കും, എവിടെയെങ്കിലും നമ്മൾ ഒരു കുഞ്ഞുകാലത്തിൽ പോലും സന്തോഷിക്കാതിരിക്കാൻ ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകളൊക്കെ നമ്മുടെ ചുറ്റും ഈശോ ഇങ്ങനെ അയക്കും. അവിടെയെല്ലാം നമുക്ക് ഒരു വലിയ ശാന്തത, നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ട്, ഈശോ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, നന്മയല്ലാതെ ഒന്നും ദൈവം തരുന്നില്ല. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ സ്ക്വീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ സ്ക്വീസ് ചെയ്യപ്പെടുന്ന കയ്യിൽ ഈശോ ഇങ്ങനെ, ചിലർ നമ്മളിങ്ങനെ സ്ക്വീസ് ചെയ്ത് ഇങ്ങനെ ഞെക്കി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തീരുവാ, ഇപ്പം ചതഞ്ഞു പോകുമെന്ന് തോന്നുന്ന സമയത്ത് കർത്താവ് ആ കൈ ഇങ്ങനെ തന്നെ നിർത്തും. പക്ഷേ ആ സ്ക്വീസിങ്ങിലാണ് ഞാനും നിങ്ങളും. പക്ഷേ കൈ ഇങ്ങനെ കർത്താവ് നിർത്തിയിരിക്കുകയാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്ക്വീസ് ചെയ്യപ്പെടുന്ന കൈയുടെ ആ സമ്മർദ്ദം, പ്രഷർ കർത്താവ് ഇങ്ങനെ കുറയ്ക്കും. എന്നിട്ട് എന്നെയും നിങ്ങളെയും കുറച്ച് നേരം സ്ക്വീസിലൂടെ ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുമ്പോൾ അതിലൂടെ ഇങ്ങനെ കടന്നു പോകാനുള്ള ഒരു കൃപ ദൈവം തരും. അതാണ് നമ്മുടെയൊക്കെ ജീവിതം. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞേ, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി വീതി കുറഞ്ഞതും
പാതകൾ ഇടുങ്ങിയതുമാണെന്നാണ് വചനം പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ദൈവകരങ്ങളോട്ട് കൊടുത്ത് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 20-ാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് 81-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം ഇതാണ്. കർത്താവ് എനിക്ക് തന്ന ഒരു വചനം ഇതാണ്. കർത്താവ് പറയുകയാണ്, കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടുത്തെ തേടുവിൻ. കർത്താവിൽ ആനന്ദിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവരുടെ ഹൃദയത്തിൽ വിശുദ്ധ വീതിയുണ്ട്. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. കർത്താവിൻ്റെ വലിയ കൃപയും കാരുണ്യവും സ്നേഹവും ഒക്കെ ചോദിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പം ഈശോ അവരെയൊക്കെ അനുഗ്രഹിക്കും. അത് സന്തോഷത്തോടെ ചിന്തിക്കണം. ഈശോ അവരെല്ലാം അനുഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഇനി ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നതൊക്കെ കാണാനുള്ള ഞങ്ങൾക്ക് കൃപ തരണേ ഈശോയെ. ഞങ്ങൾക്ക് അങ്ങയെ എല്ലാവർക്കും കൊടുക്കണം. സ്വർഗരാജ്യത്തിൻ്റെ വലിയ കൃപ ഈ ലോകത്തെല്ലാ മക്കളും അനുഭവിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ഈ ഞായറാഴ്ച ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയെ ഗർഭം ധരിച്ച പരിശുദ്ധ അമ്മ, ഈശോയുടെ സ്വന്തമായ പരിശുദ്ധ അമ്മ, ഈശോയെ എന്ന് നിങ്ങളും ഒക്കെ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലോട്ട് ആ കൃപ കിട്ടാനായിട്ട്, ഈശോനാമത്തിൻ്റെ കൃപ കിട്ടാൻ, ഈശോനാമത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാനൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മ പറയാണ്, എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എൻ്റെ ഹൃദയ സന്തോഷത്താൽ നിറഞ്ഞു കവിയുന്നു. എൻ്റെ വിജയം വിളംബരം ചെയ്യപ്പെടുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എൻ്റെ വിജയം ആത്മീയ അനുഭവവേദ്യമാകുന്നത് ഹൃദയത്തിലാണെന്ന്. നമ്മുടെ ഹൃദയങ്ങൾ ഒന്നായതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാനത് അനുഭവിച്ചു കഴിഞ്ഞു. എന്നിൽ നിങ്ങൾ കൂടുതൽ ചേർന്നിരിക്കുന്നു, നിങ്ങൾ കൂടുതൽ ശക്തി സംഭരിച്ചിരിക്കുന്നു. ഇതെല്ലാം സമർപ്പണം മൂലമാണ് സംഭവിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സമർപ്പണം ഫലപ്രദമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സമർപ്പണം ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി നമ്മുടെ ആത്മാവിനെ ദൈവാത്മാവോട് ചേർക്കുകയും അതിനുവേണ്ടി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. തൽഫലമായി ദൈവത്തിന്റെ സമസ്ത സൃഷ്ടികളോടും ആത്മാവിന് തുറവിയുണ്ടാകുന്നു. നിങ്ങൾ എൻ്റെ ആത്മാവിനെ മാത്രം ശ്രദ്ധിക്കുക, അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കും. നമ്മുടെ ഹൃദയങ്ങൾ ഒന്നാണല്ലോ, അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങൾ ശക്തി കണ്ടെത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ഹൃദയവുമായുള്ള ബന്ധത്തിൽ തുടരുക, അങ്ങനെ മുന്നേറുക. ഞാൻ വാഗ്ദാനം ചെയ്യുന്ന സമ്മാനം കൃപയാണ്. ഞാൻ എല്ലാം തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, അതെൻ്റെ വാഗ്ദാനമാണ്. എൻ്റെ ആത്മാവിൽ കാണുന്ന പരിശുദ്ധത്വവുമായുള്ള പരിപൂർണ്ണ ഐക്യത്തിലേക്കാണ് അത് നിങ്ങളെ നയിക്കുന്നത്. എന്നിൽ നിങ്ങൾ വിശ്വസിക്കുക. എല്ലാ പ്രശ്ന പരിഹാരങ്ങളും എൻ്റെ ഹൃദയത്തിൽ കാണുക. ഇക്കാരണത്താലാണ് ഞാൻ നിങ്ങളുടെ ആശ്രയമാകുന്നത്. കൃപയുടെ ശക്തി എല്ലാവരുടെയും കൂട്ടായ്മയ്ക്കായി നിങ്ങളിലൂടെ ഞാൻ നൽകുന്നു. നിങ്ങളുടെ ബലവും നിങ്ങൾക്കുള്ള ലക്ഷ്യബോധവും എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ദിശാബോധവുമായി ഞാൻ എത്തിക്കഴിഞ്ഞു. ചുരുങ്ങിയ സമയത്തിൽ എല്ലാം പൂർണ്ണമായി ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഇതെല്ലാം നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് മാത്രം അന്വേഷിക്കുക. ദൈവം നടത്തി തരുമ്പോൾ എല്ലാം പൂർണ്ണമാകുമല്ലോ. ഓർത്തുകൊള്ളുക, എന്നിലായിരിക്കുക എന്നാൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ കൃപയിലായിരിക്കുക എന്ന് തന്നെയാണ്. എൻ്റെ ഹൃദയ കവാടം വഴി എൻ്റെ മകനായ ഈശോയുടെ ഹൃദയത്തിലും ആയിരിക്കുക എന്നത് തന്നെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിനോട് സമർപ്പിക്കുന്നു. ഈശോ പരിശുദ്ധ ആൾത്താരിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. ആ ഈശോയെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു. യേശുവേ കരുണയായിരിക്കണേ. കർത്താവേ നന്ദി പറയുന്നു. യേശുവെ ആരാധിക്കുന്നു. ഈശോയെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. എൻ്റെ ഈശോയെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ. കർത്താവെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാ മക്കളെ ഏറ്റെടുക്കണേ. ഈശോയെ എല്ലാ മക്കൾക്കും വേണ്ടതെല്ലാം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ബലമായി മാറട്ടെ എല്ലാ മക്കളും. ഈശോയുടെ വലിയ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമുക്ക് ആ കർത്താവിനെ ഒത്തിരി സ്നേഹത്തോടെ അന്ന് ആരാധിച്ചാലോ സ്തുതിച്ചാലോ, എല്ലാവരുടെയും വേദനകളെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചാലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സ്തുതി ആരാധന. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊള്ളുക. ഈശോയെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയെ നിനക്ക് സമർപ്പിക്കുന്നു. കണ്ണുനീരുകളെയും വേദനകളെയും ആകുലതകളെയും ഉത്കണ്ഠകളെയും എൻ്റെ ഈശോയെ നിന്റെ ആൾത്താരിക്ക് മുൻപിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ അറിയാതെ ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ കർത്താവെ, ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ മക്കളെയും ഈശോയെ നിനക്ക് സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാവരെയും നിനക്ക് തരുന്നു. എൻ്റെ ഈശോയെ ഏറ്റെടുക്കണേ കർത്താവെ. ഈശോയെ ഓരോ വ്യക്തികളിലും ഈശോ നിറയട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. സമർപ്പണം എന്നത് നിങ്ങളുടെ ജ്ഞാനസ്നാനത്തിന്റെ ഒരു പരിപൂർണമായ പുതുക്കലാകുന്നു. ജ്ഞാനസ്നാനത്തിന് മുമ്പ് നാം തിന്മയുടെ അടിമകളായിരുന്നു. സ്നാനത്തിലൂടെ നാം ഈശോയ്ക്ക് അടിമകളായി ശക്തമായ സമർപ്പണത്തിലൂടെയും നവീകരണത്തിലൂടെയും മാതാവ് വഴിയായി നാം ഈശോയ്ക്ക് നൽകപ്പെടുന്നു. സമർപ്പണ മാർഗ്ഗം ലഭിച്ച അതിവിശുദ്ധിയിലാണ് ഈ കൊടുക്കൽ. സമർപ്പണം ദൈവം വിഭാവനം ചെയ്ത മാർഗമാണ്, ശരീരത്തിലേക്കുള്ള മാർഗം. സമർപ്പിതരായി നാം ഈശോയ്ക്ക്
നൽകപ്പെടുകയും തിന്മയും അതിൽ നിന്ന് ഉത്ഭവിച്ചതെല്ലാം മനസ്സ ഉപേക്ഷിക്കുകയും ചെയ്തു. സ്ഥാനത്തിലും നാം തിന്മയെ ഉപേക്ഷിച്ചതാണ്. ഇപ്പോൾ മാതാവ് വഴിയായി നാം ഈശോയ്ക്ക് കൂടുതൽ സമർപ്പിക്കുന്നു. ഇപ്രകാരം ഈശോയെ നമ്മൾ കൂടുതൽ മഹത്വപ്പെടുത്തുന്നു. എങ്ങനെയെന്നോ, ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും കൃപാപൂർണത മാതാവിനല്ലേ. അപ്പോൾ മാതാവ് വഴി ചെയ്യുന്നതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തലാണ്. നാം മാതാവിൻ്റെതാകുമ്പോൾ പുത്രന്റെ സ്വന്തമാകുന്നു. മനസ്സിനോടല്ല, ഹൃദയത്തോടാണ് ദൈവം സംസാരിക്കുന്നത്, ഇഷ്ടപ്പെടുന്നതും. മനസ്സ് നമ്മുടെ ഇച്ഛയുടെ ഇരിപ്പിടമാണ്. ഹൃദയമാണ് ആത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാൻ അമ്മ നിർദ്ദേശിക്കുമ്പോൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി ആത്മാവിനെ തുറക്കാൻ നിർദ്ദേശിക്കുന്നു. സമർപ്പണം വഴി നാം മനസ്സിലാക്കുന്ന ഇതാണ്: നമ്മുടെ ഹൃദയങ്ങളോടൊപ്പം മിടിക്കുന്ന അമ്മയുടെ ഹൃദയവും നമുക്ക് ശക്തിയും ബലവും തരുന്നു. അമ്മയ്ക്ക് ലഭിച്ചത് അമ്മ സഹിച്ച കഷ്ടപ്പാടുകളിലും പരീക്ഷകളിൽ നിന്നാണ്. ഇപ്രകാരം നമുക്ക് ആന്തരിക മാറ്റം സംഭവിക്കുമ്പോൾ കൃപ സ്വീകരിക്കാൻ പാകത്തിന് നമ്മുടെ ഹൃദയം രൂപപ്പെടുന്നു. ഇപ്രകാരമാണല്ലോ നമ്മുടെ അമ്മയുടെ ഹൃദയവും രൂപപ്പെടുന്നത്. വിമല ഹൃദയത്തിൽ കണ്ണു നട്ടിരിക്കാനാണ് അമ്മ ആവശ്യപ്പെടുന്നത്. അങ്ങനെ നമുക്ക് അമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കാം. അമ്മയുടെ ആലിംഗനത്തിലായിരിക്കുകയും ചെയ്യാം. അമ്മയല്ലേ നമ്മുടെ സങ്കേതം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ, എൻ്റെ ഹൃദയത്തിന്റെ തീവ്രമായ ആഗ്രഹം അമ്മയിൽ എനിക്ക് സങ്കേതം ലഭിക്കാൻ. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ അമ്മയുടെ പക്കലാണ്. എൻ്റെ ഐക്യദാർഢ്യവും ദിശാബോധവും അമ്മയുടെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിനും ഞാൻ തരുന്നു. എൻ്റെ വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും അമ്മയുടെ ഹൃദയം ഞാൻ തേടട്ടെ. അമ്മയുടെ മഹാവിജയത്തിലുള്ള സന്തോഷം എൻ്റെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. ദുഃഖത്തിന്റെ കാലത്ത് എനിക്ക് ഈ വിജയം ബലം തരട്ടെ. സ്ഥിരതയില്ലാത്ത എൻ്റെ ആത്മാവിനെ അമ്മയുടെ ഹൃദയത്തിന്റെ അടുത്തിട്ട് സൂക്ഷിച്ചു വയ്ക്കണമേ. അവിടെ പരിശുദ്ധത്വം നൽകുന്ന സ്നേഹവും ആശ്വാസവും കരുതലും ഞാൻ അനുഭവിക്കട്ടെ. വിശുദ്ധ പത്രോസ്ലീഹ എഴുതി 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വചനം. കർത്താവിന്റെ വചനം ഇതാണ്: ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സ്വർഗം നമ്മുടെ ജീവിതത്തോട് ചേർക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുമെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദനപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവ്, ഈ സമയത്ത് ജോർജ് ടിയെ, ഷിവാഗോയെ കർത്താവെ സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാ നിയോഗങ്ങളെയും, ഡോണിയ ജോഷിയെ കർത്താവെ, മിനി പൗലോസിനെ, KT വർഗീസിനെ കർത്താവെ കരുണയായിരിക്കണേ. ഈശോയെ കരുണയായിരിക്കണേ. അപ്പാ, സ്തുതിക്കുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ. മോനുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണേ. എൻ്റെ ഈശോയെ കരുണയായിരിക്കണേ കർത്താവെ. സ്തുതിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ എല്ലാ വ്യക്തികളെ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കും. ടിജോ പഴയത്തിനെ സമർപ്പിക്കുന്നു. ലിജി ജോയ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഡിൽറ്റ് ആൻഡ് ജസ്റ്റിയെ സമർപ്പിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണേ കർത്താവെ. നല്ലൊരു ജോലി കർത്താവെ KT വിജുവിന് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളോട് കൊടുത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസ പ്രമാണമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാന ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശ് തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് നാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് 3-ാം നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കാം. മോഹൻ എന്നമാറിനെ സമർപ്പിക്കാം. കർത്താവെ, ഓരോ മക്കളുടെ നിയോഗങ്ങളെ, വേദനകളെ, കണ്ണുനീരുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന് പ്രതിഷ്ഠ ചെയ്യാം. എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. വിശേഷിച്ച് എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ്. ഞാൻ അമ്മയുടെ തന്നെ കാത്തു സൂക്ഷിക്കണമേ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധം വഹിച്ചു. പരിശുദ്ധാത്മാവിനെ മറിയും ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസ്യത്തിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണം മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണം.
അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും നീക്കൂ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കൂ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കൂ. ആമേർപ്പെട്ട മക്കളെ, നമ്മുടെ സമയം മാറിയാ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. കർത്താവെ, അനിത ബിജുവിനെ അവളുടെ നിയോഗത്തെ സമർപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ. സാലി ജോൺസനെ സമർപ്പിക്കുന്ന കർത്താവെ, ബീന സക്രിയയെ സമർപ്പിക്കുന്ന കർത്താവെ, ജോമോൻ പീറ്റിയെ സമർപ്പിക്കുന്നു, ഷൈബി ഡേവിസിനെ സമർപ്പിക്കുന്നു, വിൻസെന്റ് ഏലിയാസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബീന സക്രിയ ഈശോയെ ഏറ്റെടുക്കണേ അപ്പാ, ഈശോയെ അനുഗ്രഹിക്കണേ അപ്പാ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജോഷി മാത്യുവിനെ സമർപ്പിക്കുന്നു, ബെറ്റി ജോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ മക്കളുടെ നിയോഗങ്ങളിലേക്ക് കർത്താവെ, റോബിൻ മാമനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശോഭ ജോണിനെ സമർപ്പിക്കുന്നു, ജിൻസി ജിജോയെ സമർപ്പിക്കുന്നു, അജോ ജോസഫ് അജുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, കരുണയായിരിക്കണമേ. പരിശുദ്ധ ദൈവമാതാവ് വിശ്വാസം എന്ന പുണ്യവന്റെ ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുകളെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കൂ. ആമേൻ. കർത്താവെ, അജോ ജോസഫിനെ സമർപ്പിക്കുന്നു, റോബിൻ മാമനെ സമർപ്പിക്കുന്നു, ആശ ജോയിയെ സമർപ്പിക്കുന്നു, സോണി ജേക്കബിനെ സമർപ്പിക്കുന്നു, മിനി പൗലോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, റിറ്റ പീറ്ററിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, ജിസിന്ത ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജെമിനി അജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവ ശരണമെന്ന പുണ്യവന്റെ ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, ഞങ്ങൾ തിരുമനസ്സുകളെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും നീക്കുവാമേൻ. പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവ്, ലേബ കോശിയെ സമർപ്പിക്കുന്നു, എൽസമ്മയെ ശ്രുതിയെ സമർപ്പിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ദൈവസ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയതിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും നീക്കുവാമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, റീന രാജുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജിഷ ജോയിയെ, നിഷ ബാബുവിനെ, റോസ് ബീനായെ സമർപ്പിക്കുന്ന കർത്താവെ, ഷിജി കോട്ടക്കയെ സമർപ്പിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ. ആൻസി ബോബിയെ സമർപ്പിക്കുന്ന കർത്താവെ, ഓരോ മക്കളുടെ നിയോഗങ്ങളെ, അനീഷ് മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ കർത്താവെ. വിശുദ്ധ കുരിശിൽ വലിയ അത്ഭുതങ്ങളുടെ കുടുംബത്തിന് ടിച്ചോ പഴയത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധ ദൈവമാതാവേ, എളിമെന്ന പുണ്യവന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുകളെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റോ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുവാമേൻ. പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, ഹിമ സാംസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിമ്മി റോയിയെ സമർപ്പിക്കുന്നു. അമ്മണി വർഗീസിനെ സമർപ്പിക്കുന്നു. കർത്താവെ, ബാബു ഫ്രാൻസിസിനെ, ജീവിത പങ്കാളി ബെൻസിയെ സമർപ്പിക്കുന്നു. സൂസി സണ്ണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമയെന്ന പുണ്യവന്റെ ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുകളെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞാൻ ക്ഷമിക്കുന്നത്
പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നമേ ഞങ്ങൾ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, സുനിൽ ചാക്കോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ, സൂസി സണ്ണിയെ സമർപ്പിക്കുന്ന കർത്താവെ, ഓരോ മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവെ, വിശുദ്ധിയിൽ നിലനിൽപ്പെന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സുകളെ പോലെ മുമ്പിലുമാകണമേ. അന്നു വേണ്ട നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നമേ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, റോസ് ബീനായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിമ്മി ബിജുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, രാജി പോളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജിൻസൺ വർഗീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വർഗീസ് ഫിലിപ്പിനെ സമർപ്പിക്കുന്ന കർത്താവെ, രാജി ബിനോജിനെ സമർപ്പിക്കുന്ന കർത്താവെ, സാജു പോളിനെ സമർപ്പിക്കുന്ന കർത്താവെ, റീന ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണ കർത്താവ്. ഇവരുടെ എല്ലാ നിയോഗങ്ങളെ ഏറ്റെടുക്കണം ഈശോയെ. അഭിഷേകം ചെയ്യണ കർത്താവെ. സാലപ്പൻ ആന്റണിയെ കുടുംബത്തെ ഈശോയെ അനുഗ്രഹിക്കണ കർത്താവെ. കർത്താവെ, ഷാൽബി മാർട്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ, ജെന്നിഫറിനെയും ജോവിറ്റായെ സമർപ്പിക്കുന്നു. ഈശോയെ, മേരി ഡിസൂസായെ സമർപ്പിക്കുന്നു. ഈശോ, ഓരോ മക്കൾ ഇവരുടെ നിയോഗങ്ങളെ കണ്ണുനീരുകളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവെ, അനുസരണം എന്ന പുണ്യവന്റെ ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സുകളെ പോലെ മുമ്പിലുമാകണമേ. അന്നേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. അതിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ എപ്പോഴും നയിക്കുവാമൻ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവെ, തിരുമുമ്പിലേക്ക് റീന ജോസഫിനെ മോനെ സമർപ്പിക്കുന്നു. ഷൈൻ ജേക്കബിനെ സമർപ്പിക്കുന്നു. കർത്താവെ, അജോ ജോസഫിനെ സമർപ്പിക്കുന്നു. ഈശോയെ, തിരുമുൻപിലേക്ക് കർത്താവ് എബി ബെർണഡോസിനെ സമർപ്പിക്കുന്നു. കർത്താവെ, ഈശോയെ, തിരുമുമ്പിലേക്ക് സാബുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഷൈൻ ജേക്കബിനെ സമർപ്പിക്കുന്ന ലൈസി സന്തോഷ്, ഈശോയെ ദീപയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിനി ജോർജിനെ സമർപ്പിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണം കർത്താവെ. ഈശോയെ അനുഗ്രഹിക്കണേ. ഓരോ മക്കളുടെയും വേദനകളെ കണ്ണുനീരുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെട്ടെ. പരിശുദ്ധ മാതാവെ, അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സുകളെ പോലെ ഭൂമിയിലുമാകണം. എന്നുവേണ്ടി ആകാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും നയിക്കുവാമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. കർത്താവ്, എലിസബത്ത് ചെറിയാനെ, ബിന്ദു സുഭാഷിനെ സമർപ്പിക്കുന്നു. സിനി ജെയിംസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മയെ സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് അതിന് ഉപകാരമായി അതിനെ പിതാവാധിപത്തിൽ നൽകണമേ. പരിശുദ്ധ മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ. മിശിഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ. മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ. മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ. അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ആ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പിതാവായ ദൈവമേ, പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ് എന്നെ സൃഷ്ടിക്കണമേ. പിതാവായ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ. അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ. കർത്താവെ, ഇതിനു മുൻപിലേക്ക് എല്ലാ മക്കളെ സമർപ്പിക്കുകയാണ്. ഈശോയെ, ജൻസിയെ സമർപ്പിക്കുന്നു. ബിൻഷി സോജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എലിസബത്ത് ചെറിയാൻ അവളുടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഡോളി ജോബിളിനെ സമർപ്പിക്കുന്നു. കർത്താവെ, മിനി വിൻസെന്റിനെ സമർപ്പിക്കുന്നു. കർത്താവ്,
കർത്താവെ. സിബിച്ചേട്ടനെ സാലി ചേച്ചി മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ ആൻസി ചേച്ചി വലിയേട്ടനെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവ്. ഡിഷെ റിജോയെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ. ഷോബറ്റ് ചേച്ചി ലാലിയേട്ടനെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ. മാത്തച്ഛനെയും തോമസ് ചേട്ടനെയും ഈശോയെ സമർപ്പിക്കുന്ന മനോജിനെ സമർപ്പിക്കുന്ന കർത്താവ്. ഈ ചേച്ചി കുടുംബത്തെ, ജാക്കലിൻ ചേച്ചിയെ കുടുംബത്തെ സമർപ്പിക്കുന്ന ഈശോയെ. ബിക്കിയെ കുടുംബത്തെ സമർപ്പിക്കുന്ന ഈശോയെ. അനുവിനെ കുടുംബത്തെ, സെബിനെ കർത്താവെ ഭാര്യ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവെ. ജോൺ ചേട്ടനെ സമർപ്പിക്കുന്നു, ഷായ് ചേട്ടനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അനിത രാജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശോയെ. നടക്കാൻ പോകുന്ന എല്ലാ ധ്യാനം ഷിബു വർഗീസിനെ സമർപ്പിക്കുന്ന കർത്താവ്. ഈശോയെ ആത്തിവിഴാഴ്ച ശുശ്രൂഷയെ സമർപ്പിക്കുന്ന കർത്താവെ. റിയാറ്റി വർഗീസിനെ സഭയെ സമർപ്പിക്കുന്നു. പിതാവിനെ, വൈദികരെ, എല്ലാ മെത്രാന്മാരെ കർത്താവെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തെ, പ്രിയപ്പെട്ടവർ അനുവിനും ജയ്മോനും കുഞ്ഞുങ്ങളെ, ജാൻസിയും ചെറുക്കനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഷിബു വർഗീസിനെ സമർപ്പിക്കുന്ന കർത്താവ്. എല്ലാ മക്കളുടെ നിയോഗങ്ങളിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ. ഈശോയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല കർത്താവ്. എല്ലാ സിസ്റ്റർമാർ ഇവരുടെ നിയോഗങ്ങളെ, സഹോദരങ്ങളെ, വേദനകളെ, കണ്ണുനീരുകളെ ഈശോയെ സമർപ്പിക്കുന്നു. ജോലിയില്ലാത്ത മക്കളെ ഈശോയെ. മാത്യു രാജൻ ഷിജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ വെന്റിലേറ്ററിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. രോഗക്കിടക്കയിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവ്. ഈശാനായെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ വിനീതിയെ സമർപ്പിക്കുന്ന കർത്താവെ. മരിയ സോണിയെ സമർപ്പിക്കുന്ന കർത്താവെ. അമ്മണി വർഗീസ് ഈശോയെ. ഞങ്ങളിലെല്ലാം ദൈവത്തിന്റെ വലിയ കൃപ, പരിശുദ്ധാത്മാവിന് വലിയ കൃപ നിറയട്ടെ കർത്താവെ. മാത്യു രാജനെ സമർപ്പിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണേ കർത്താവെ. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. ജിക്സൺ വർഗീസിനെ, റിന്യൂവിനെ സമർപ്പിക്കുന്ന കർത്താവെ. നീബ റോയിയെ സമർപ്പിക്കുന്ന ഈശോയെ. ആഷ്ലിനെ, മറിയത്തെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോ എല്ലാ സിസ്റ്റർമാരെ സമർപ്പിക്കുന്ന കർത്താവെ. എന്നോ മരിയായെ സമർപ്പിക്കുന്നു. ആവേ മരിയായെ സമർപ്പിക്കുന്ന കർത്താവെ. യേശുവേ 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 യേശുവേ. വായാ ജോണിന്റെ കർത്താവ്. എല്ലാ കുടുംബങ്ങളെ, പ്രിയപ്പെട്ട മക്കൾ ഇന്ന് ഷെയർ ചെയ്താൽ എനിക്ക് സന്തോഷമാണ്. കാരണം ഇന്ന് സമയം മാറിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വല്ലവരും കൂടി പങ്കെടുക്കാൻ പറ്റാൻ വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യാവോ? കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കരുണയായിരിക്കണം, കരുണയായിരിക്കണം കർത്താവ്. എല്ലാ മക്കളിലേക്കും ഈശോയുടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ കർത്താവെ. ഷീബ യേശുദാസനെ സമർപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളോട് ജോലി ചോദിച്ചിട്ട് ജോലി ഇല്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന മക്കള്, വിസ പ്രശ്നങ്ങൾ, ഐറിനെ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവെ. ആനണിച്ചേട്ടന്റെ ജോലിയുടെ കാര്യത്തിൽ ഇടപെടണേ കർത്താവെ. ഈശോയെ നിന്നോട് പറയുകയാണ് കർത്താവെ, നിനക്കെല്ലാം സാധിക്കും. എനിക്ക് ഉറപ്പുണ്ട് കർത്താവെ, നിനക്കെല്ലാം സാധിക്കും. നിന്റെ വലിയ കരുണയാണ്, നിന്റെ വലിയ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ് ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ സംസാരിക്കുന്ന കർത്താവെ, അവിടുന്ന് ഇടപെടണ കർത്താവെ. റോസ്മിയെ സമർപ്പിക്കുന്ന കർത്താവെ. ബ്രയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ എല്ലാ മക്കളെ ഏറ്റെടുക്കണേ. രോഗപീഠകൾ മാറിപ്പോട്ടെ അപ്പ. ജോലിയില്ലാത്ത അവസ്ഥകൾ മാറട്ടെ അപ്പ. തടസ്സങ്ങൾ മാറട്ടെ ഈശോയെ. എല്ലാ മക്കളുടെയും മേൽ ഈശോയുടെ കൃപ നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. ജീവനേകുന്ന എന്റെ ആത്മാവെ, പരിശുദ്ധാത്മാവെ. മിനി എബ്രഹാമിനെ സമർപ്പിക്കുന്നു. മിനി വിൻസെന്റിനെ, കെവിനെ, ജോലി മേഖലകളെ സമർപ്പിക്കുന്നു കർത്താവെ. ലിസ ചേച്ചിയും കുടുംബത്തെ, ശീവ ചേച്ചിയും കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പീറ്റർ വർഗീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കരുണയാകട്ടെ യേശുവെ. ഓരോ മക്കളുടെയും മേൽ വേദനകൾ, കണ്ണുനീരുകളെല്ലാം ഈശോ ഏറ്റെടുക്കണേ അപ്പാ. ഹല്ലേലൂയ. ഹമർ അമർ 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 ബല 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 ബല. യേശുവെ യുവജനങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. ടീനേജിനെ സമർപ്പിക്കുന്ന അപ്പ. ദീപ ജേക്കബിനെ സമർപ്പിക്കുന്നു ഈശോയെ. ഭവനമില്ലാത്ത മക്കളെ സമയത്ത് ഈശോയെ ദീപനെ സമർപ്പിക്കുന്ന കർത്താവെ. വീട്ടിൽ വലിയൊരു ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, നീ ഇറങ്ങി വരണേ അപ്പ. ഈശോയെ രക്തത്തിൽ ക്യാൻസറുള്ള മക്കളെ ഇന്ന് സമയം പ്രത്യേകം ഓർക്കുന്ന കർത്താവ്. രക്തത്തിൽ ഇൻഫെക്ഷനുള്ള മക്കളെ സമർപ്പിക്കുന്നു ഈശോയെ. ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്ന കർത്താവെ. കിടപ്പ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവെ IELTS, OET, CBT, OSCE, PT പരീക്ഷ എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവെ. ഈശോയെ +2, 10ാം ക്ലാസ്, A-level, GCSE എക്സാം എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു. ജെൻസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കരുണയായിരിക്കണേ കർത്താവെ. സ്തുതിക്കുന്നു ഈശോയെ. മിനി പൗലോസ് നിയോഗത്തിന് മേലെ ഈശോയെ അവിടെ നിന്ന് ഇറങ്ങി വരണേ അപ്പ. അത്ഭുതം ചെയ്യണേ അപ്പ. മിനി ജോസ് ഫിലിപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കരുണയാകണേ അപ്പ. കരുണയാകണേ കർത്താവെ. നടക്കാൻ പോകുന്ന ആദ്യവിളിയായ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു കർത്താവെ. വലിയ കരുണ കാണിക്കണേ കർത്താവെ. തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്നു. സോൾസ്ബറി നടക്കുന്ന വാർഷിക ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കാനഡയിൽ നടക്കുന്ന എല്ലാ ധ്യാനങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. ജോൺസൺ ജോസിനെ സമർപ്പിക്കുന്നു ഈശോയെ. ഞങ്ങളുടെ ഓരോരുത്തർ നിയോഗങ്ങൾ കർത്താവെ, ഞങ്ങളുടെ വേദനകൾ കർത്താവെ, ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ, സ്ട്രഗിളുകളെ തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ. നിനക്കെല്ലാം സാധിക്കും ഈശോയെ. ജോൺസൺ ജോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാത്തിനും വേണ്ടി നിന്നെ ആരാധിക്കുകയാണ് കർത്താവ്. എല്ലാ മക്കളെ സമർപ്പിച്ച് ആരാധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വലിയ കൃപ ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ മഹത്വം 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 മഹത്വം. ഈശോയെ നന്ദി 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 നന്ദി. എൻ്റെ അപ്പ എൻ്റെ പൊന്നു തമ്പുരാനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയുടെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. കർത്താവെ കരുണയായിരിക്കണേ കർത്താവെ. ഈശോയെ സ്തുതിക്കുന്നു. ഹല മറ 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 കബറൂദ ബല 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 കബറ. ഈശോയെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയ
പരിശുദ്ധാത്മാവിന്റെ ഇടപെടലോ, വലിയ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാവട്ടെ. ഈ 20-ാം ദിവസം കർത്താവേ, ഇനി 13 ദിവസങ്ങൾ കൂടിയുള്ളൂ. ജോമോൾ സാജുവിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഓരോ മക്കളുടെയും മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈശോയെ, ഈശോയെ, ഈ കാലഘട്ടത്തെ ഏറ്റെടുക്കണേ കർത്താവേ, ഈ കാലഘട്ടത്തെ ഏറ്റെടുക്കണേ അപ്പാ. കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, മക്കളെ, ജീവിത പങ്കാളി എല്ലാം ഏറ്റെടുക്കണേ ഈശോയെ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ പരിശുദ്ധാത്മാവേ, അഭിഷേകം ഈശോയെ സമർപ്പിക്കും. കവിയട്ടെ, ഒരു അഭിഷേകം ഈശോയെ, പൊന്നീശോയെ, കർത്താവേ കരുണയാകണേ ഈശോയെ, കർത്താവേ കരുണയാകണേ ഈശോയെ. യേശുവേ, എല്ലാ മക്കളുടെയും മേൽ കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും മേൽ, അമ്പിളി അനീഷ്, അമ്പിളി ജോൺസൺ, ഷെർമിയ നൈജലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, വിസ നഷ്ടപ്പെട്ടു പോയ മക്കൾ, ജോലിക്ക് വേണ്ടി തിരയുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്ന ഈശോയെ, ഇറങ്ങി വരണേ ഈശോയെ. യേശുവേശുവേ, ഈശോയെ, 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 അലഘട്ടത്തിന് അഭിഷേകം, അഭിഷേകം ഈശോയെ. അനില വർഗീസിനെ സമർപ്പിക്കുന്നപ്പാ, നിറയട്ടെ നീ മാറ്റിന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ അഭിഷേകം. എല്ലാ മക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിറയട്ടെ അഭിഷേകം. ഈശോയെ, ആന്റണി ഈജയെ സമർപ്പിക്കുന്ന കർത്താവേ, ജോലി മേഖലകളെ ഏറ്റെടുക്കണ ഈശോയെ, വിസാ തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ, കർത്താവേ, കുടുംബങ്ങളുടെ മേൽ ഈശോയുടെ ശക്തി വ്യാപരിക്കട്ടെ. എന്റെ ഈശോയെ, വിവാഹം നടക്കാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ ഈശോയെ, കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെ ഏറ്റെടുക്കണം ഈശോയെ, ഭവനമില്ലാത്ത മക്കളുടെ മേൽ കരുണയായിരിക്കണം ഈശോയെ. ഈശോയെ, രമ്യ അബിയെ സമർപ്പിക്കുന്നു യേശുവേ. ഈശോയെ, ജ്യോതിഷ് തോമസിനെ സമർപ്പിക്കുന്നപ്പാ, സാന്ദ്രം യേശുവേ, യേശുവേ, ഈശോ, ഈശോ, ആത്മാവേ ദാനത്തിൻ ശക്തി ബിൻസി വിനോദനെ സമർപ്പിക്കും. നിറയട്ടെ ഈശോയെ. കസ്തോമസിനെ സമർപ്പിക്കുന്നപ്പാ, ഈശോയെ. സൂര്യ ബാബുവിനെ സമർപ്പിക്കുന്നപ്പാ, ജോമോൻ ജോസിനെ സമർപ്പിക്കുന്ന ഈശോയെ. അഭിഷേകം നിറയട്ടെ, വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. അഭിഷേകം യേശുവേ ഏറ്റെടുക്കണം ഈശോയെ. കുടുംബങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ മക്കളെ. കർത്താവ് വിമല ഹൃദയ പ്രതിഷ്ഠ 20-ാം ദിവസം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും യേശുവേ നിറയട്ടെ അപ്പാ, നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ അപ്പാ. എല്ലാ മക്കളിലേക്കും കൃപ ഒഴുകട്ടെ. എല്ലാ മക്കൾക്കും ഈശോയുടെ സ്നേഹം, ഈശോയെ ചങ്കു തുറന്ന് ആരാധിക്കുന്ന കർത്താവേ, ഈശോയെ. ടോംസി മാത്യുവിനെ സമർപ്പിക്കുന്നപ്പാ, യേശുവേ കരുണയാകണേ ഈശോയെ. ഈശോയെ. മറിയാമ്മ തോമസിനെ സമർപ്പിക്കുന്നു. എന്റെ ഈശോയെ, ഈശോയെ. മഞ്ജു അനിയെ സമർപ്പിക്കുന്നു.
പരിധികളില്ലാതെ ആത്മാവേ സ്നേഹിക്കണമേ. അളവുകൾ പരിധികളില്ലാതെ ഞാൻ സ്നേഹിക്കാൻ ഘട്ടത്തിന് അഭിഷേകം യേശുവേ അഭിഷേകം യേശോയെ ഘട്ടത്തിന് അഭിഷേകം അഭിഷേകം പകരണമേ യേശുവേ. ആശ ജോയിയെ ചിനോള് നീതു തോമസിനെ സമർപ്പിക്കുന്നപ്പ ഈശോയെ 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 എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ മക്കളുടെയും വേദനകളെയും കണ്ണുനീരുകളെയും സങ്കടങ്ങളെയും തിരുമുൻപിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഈശോയെ നിന്റെ വലിയ കരുണ എല്ലാ മക്കളിലേക്കും നിറയട്ടെ. ഈശോ ഇറങ്ങി വരട്ടെ ഓരോ മക്കളിലേക്കും. ഈശോയെ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യണേ കർത്താവേ. സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തുതിച്ചു പ്രാർത്ഥിക്കും. ലവ് യു ജീസസ്. യേശുവേ യേശുവേ യേശുവേ. ഈശോയെ ടോണിയെ സമർപ്പിക്കുന്ന അനീഷ് മാത്യുവിനെ ഈശോയെ ജോലി കൊടുക്കണേ അപ്പ. മിനി ബിനോളിനെ സമർപ്പിക്കുന്നു. ഓരോ മക്കളെയും നിയോഗങ്ങളെ, വേദനകളെ, ഭാരങ്ങളെ, ഉത്കണ്ഠകളെയൊക്കെ സമർപ്പിക്കുകയാണ്. കർത്താവ് ഇറങ്ങി വരട്ടെ. മറിയാമ്മ തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്ന എല്ലാ നന്മകൾക്കും നമ്മൾ നന്ദി പറയുകയാണ്. കർത്താവ് കരുണ കാണിക്കുന്നവനാണ്. അവൻ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നവനാണ്. ഈശോയെ അൻസുവിനെ സമർപ്പിക്കുന്ന കർത്താവ്. ജോമോൾ സജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിന്ന് ഷെയർ ചെയ്യുക. നമ്മൾ സമയം തെറ്റിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഷെയർ ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് പങ്കെടുക്കാനായിട്ട് പറ്റാതെ 20-ാം ദിവസമാണ്. എന്നും പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് മുടങ്ങി പോകാതിരിക്കട്ടെ. കർത്താവെ ടോണി ജെയിംസിനെ സമർപ്പിക്കും. കർത്താവെ ആദര ആൻ്റപ്പനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും ഈശോയുടെ വലിയ കൃപയുണ്ടാവട്ടെ. കർത്താവെ ആഡോണിനെ, ജസ്റ്റീന ബിജുവിനെ, ഈശോയെ ജസ്നെറ്റ് പോളിനെ സമർപ്പിക്കുന്നു. യേശുവേ സിജുവിനെയും കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ജോബിനെയും കുടുംബത്തെ സമർപ്പിക്കുന്നു. കർത്താവേ യേശുവേ ഞങ്ങൾക്ക് വഴി തുറക്കണേ അപ്പ, ഞങ്ങൾക്ക് വലിയ വഴി തുറക്കണം. എല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആൻസിറ്റ മോളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർ ഇതിൽ പങ്കെടുക്കട്ടെ. ഞാൻ ഇവിടെ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കിനി മെയിനായിട്ടുള്ള ഓൺലൈൻ ശുശ്രൂഷ ആദ്യ വെള്ളിയാഴ്ചയാണ്. ആദ്യ വെള്ളിയാഴ്ച ഒരു ഓൺലൈൻ ശുശ്രൂഷയുണ്ട്. ഇന്ത്യൻ സമയം 6:30 മുതൽ ആരംഭിക്കും. സൂമിലെ പ്രവാചക ശബ്ദത്തിൻ്റെ ഞാൻ എൻ്റെ ഫ്ലയർ ഫേസ്ബുക്കിലിടും. സാധിക്കുന്നവരൊക്കെ അതിൽ പങ്കെടുക്കുക. വൈകുന്നേരം കവൻട്രിയിൽ യൂത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. കാരണം പല വിധത്തിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ പല വിധത്തിലുണ്ടാകും. അവിടെയെല്ലാം ഈശോയുടെ കൃപ നിറയട്ടെ. കർത്താവെ മേഴ്സി ജോസഫിനെ സമർപ്പിക്കുന്നു. ജോയിസ് ജോസിനെ, അൻബിസ് കെ ഡേവിസിനെ സമർപ്പിക്കുന്നു. ഈശോയെ പോളിയെ സമർപ്പിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ അപ്പ. പങ്കച്ചനെ സമർപ്പിക്കുന്ന കർത്താവെ, മേരി ഡിസൂസെ, ഓരോരുത്തരുടെയും നിയോഗങ്ങളെ കർത്താവ് എല്ലാ മക്കളെ ഏറ്റെടുക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കുവാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വലിയ ആ ശുശ്രൂഷയിൽ വിശുദ്ധിയോടും വിശ്വാസത്തോടും സഹനങ്ങളൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കൃപ കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഷെയർലിയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും ഈശോയെ ഷൂബിയെ സമർപ്പിക്കുന്ന കർത്താവ്, ബിജോ പോളിനെ കുടുംബത്തെ സമർപ്പിക്കും. ഈശോ ജയ്മോൻ ചേട്ടനെ കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവെ അന്ന ജോയെ സമർപ്പിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണേപ്പാ. ഈശോയെ സിജോ ഇബ്രഹാമിനെ സമർപ്പിക്കും. ഈശോ ബിസിനസ് മേഖലകളെ സമർപ്പിക്കും. ഞങ്ങളുടെ സിസ്റ്റർമാർ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവാഞ്ചലൈസേഷൻ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. ലീലാമ ലൂക്കോസിനെ സമർപ്പിക്കുന്നു. കർത്താവെ സഭയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ എല്ലാ വചന പ്രഘോഷവും കൊടുക്കട്ടെ അപ്പ. ഡിജു ലാലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജെസ്സി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളെ അവരുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ 2 ദിവസമായിട്ട് നമ്മൾ നൈറ്റ് വിജിലൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ അടയാളങ്ങൾ ഈശോ തരും. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.